ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് താന്നൂർ ഹാർബറിൽ. നമ്മുടെ താന്നൂർ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ളത് വഞ്ചിക്കാരുടെ ചെമ്മീൻ, അതുപോലെ തന്നെ ചെറുവഞ്ചിക്കാരുടെ മത്തിയാണ്. മത്തിയും വന്നിട്ടുണ്ട്, ഒരുപാട് ചെമ്മീൻ വന്നിട്ടുണ്ട്. ചെമ്മീൻ ചാകരയാണ്. അപ്പോൾ കടലിളക്കത്തിന്, അതായത് കടൽക്ഷോഭത്തിന് ശേഷമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, അതുപോലെ നമ്മുടെ ഹാർബറിൽ അടുത്തുള്ള മൊത്തം ഹാർബറിൽ നിന്ന് വഞ്ചിക്കാർ ചാടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനാണ്. ചെമ്മീൻ്റെ ചാകരയാണെന്നുള്ളത്. കാലാവസ്ഥ മോശത്തിന് ശേഷമാണ് നമ്മുടെ കടൽക്ഷോഭമൊക്കെ ക്ലിയർ ആയതിനു ശേഷം വഞ്ചിക്കാർ പണിക്ക് പോയിട്ട് കൊണ്ടുവന്ന മീനാണിത്. അപ്പോൾ ഈ മീനിൻ്റെ വില, എല്ലാ വഞ്ചിക്കാർക്കും മീൻ ഉണ്ടായതുകൊണ്ട് തന്നെ വില വളരെയധികം കുറവാണ്. ഏകദേശം നമ്മുടെ ഹാർബറിൽ നിന്ന് വിറ്റുപോയിട്ടുള്ള മീനുകളിൽ ഏകദേശം ഇന്ന് രാവിലെ പിടിച്ചതിനെക്കാട്ടും വൈകുന്നേരം വില മാറ്റം എന്ന് പറഞ്ഞാൽ 50 രൂപ, കെ.ജിക്ക് 50 രൂപ വരെ നമ്മുടെ ഹാർബറിൽ നിന്ന് ചെമ്മീൻ പോയിട്ടുണ്ട്. ചെമ്മീൻ്റെ ഇടയിൽ നമ്മുടെ മത്തി രാജാവിനെ പോലെ തന്നെ 400 രൂപ, കെ.ജിക്ക് 400, 350 രൂപ വരെ നമ്മുടെ ഹാർബറിൽ പോയിട്ടുണ്ടെന്ന്. മച്ചാമാരെ, ബോട്ട് ട്രോളിങ്ങിൻ്റെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വഞ്ചിക്കാരുടെ സീസണാണ് നടക്കാറുള്ളത്. അപ്പോൾ വഞ്ചിക്കാരുടെ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും കാറ്റും അതുപോലെ തന്നെ കടൽക്ഷോഭമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഉണ്ടാകുന്ന പലതരത്തിലുള്ള മീനുകളുണ്ടാവും. വലിയ മീനുകളുണ്ടാവും, അതുപോലെ തന്നെ ചെറിയ മീനുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഹാർബറിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനാണ്. ചെമ്മീൻ്റെ വില നമ്മൾ പറഞ്ഞാണ് 50 രൂപ കെ.ജിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മീൻ വേണമെങ്കിൽ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന ആളുകളെ നമ്മുടെ ഹാർബറിൽ വന്നിട്ട് മീൻ എടുക്കാം. അതുപോലെ തന്നെ മത്തിയുടെ വില എന്ന് പറഞ്ഞാൽ 4500, 4500 രൂപയാണ്. ചെറിയ പ്ലാസ്റ്റിക് കൊട്ടൊക്കെ പോയിട്ടില്ല. അപ്പോൾ 25 കെ.ജിയാണ് മത്തി. കേരളത്തിലെ ബോട്ടുകൾ, അതുപോലെ തന്നെ വലിയ വലിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കയറിയത് കൊണ്ട് തന്നെ പുറംനാട്ടിലെ മീനാണ് നമ്മുടെ നാട്ടിൽ വരാറില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന മീൻ ഫ്രഷ് ആണെന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ വഞ്ചിക്കാരുടെ മീൻ നിങ്ങളുടെ അടുത്തുള്ള ഹാർബറിൽ നിന്ന് മാത്രം മീൻ വാങ്ങാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന തട്ടുകളുണ്ടെങ്കിൽ അവിടുന്ന് ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ച് കഴിക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക, ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.